നമ്മുടെ മൂന്നാർ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മൾ ഫുൾ ഫാമിലി ആയിട്ട് തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ ഇന്ന് നമ്മളുള്ളതെന്ന് പറഞ്ഞാൽ മൂന്നാറിലെ തന്നെ ഏറ്റവും ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ളത് ഫാമിലിക്കും ഹണിമൂൺ കപ്പിൾസിലൊക്കെ അടിപൊളിയായിട്ടുള്ള ഡ്രീം ക്യാച്ചറിലാണുള്ളത്. നമ്മൾ കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സ്റ്റേ ആയിരുന്നത്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ ഇവിടെ ഫുൾ കോടയൊക്കെ ആയിട്ട് കിഡ് വൈബാണ്, ഭയങ്കര രസമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഫാമിലി കിഡ്സൊക്കെ ആയിട്ട് പ്രത്യേകിച്ച് വരുന്നവർക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടെന്നുള്ളതാണ് പ്രത്യേകത. ഹോഴ്സ് റൈഡിംഗ് ഉണ്ട്, പൊളാറിസിൻ്റെ ഒരു ഓഫ് റോഡ് ഡ്രൈവ് ഉണ്ട് ഇതിലൂടെ, പിന്നെ നമുക്കിവിടെ സ്വിമ്മിംഗ് പൂളുണ്ട്. ഈ ഒരു തേയിലത്തോട്ടത്തിൽ കൂടെ നമുക്ക് കുറേ ട്രെക്കിങ്ങും നമുക്ക് എന്താ പറയുക, നമുക്ക് സ്വന്തമായിട്ട് കുറച്ച് നേച്ചർ വാക്കൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാം. ഇവിടുത്തെ കാലാവസ്ഥ എൻജോയ് ചെയ്യാം, ഫുഡാണല്ലോ അടിപൊളിയാണ്. അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു ഫുൾ ഫാമിലി ആയിട്ട് നമ്മളിവിടെ എൻജോയ് ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇന്നത്തെ ഈ ഒരു ട്രിപ്പിൻ്റെ ഹൈലൈറ്റ്. നമ്മൾ ഡ്രീം ക്യാച്ചറിലെത്തി ഒരു വെൽക്കം ഡ്രിങ്ക് എല്ലാം കുടിച്ചിട്ട് നമുക്ക് റൂം കിട്ടി. റൂമിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് അപ്പുറം ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് കണ്ടു. അപ്പോൾ ആ ഹാങ്ങിങ് ബ്രിഡ്ജിലേക്കാണ് പിള്ളേരുടെ ആദ്യം തന്നെ നോട്ടം പോയത്. പക്ഷേ അങ്ങോട്ട് കയറുമ്പോഴത്തേക്ക് അതൊരു ചെറിയ ജമ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചാട്ടമൊക്കെ വരുമ്പോഴത്തേക്കും ആദ്യമായിട്ട് കയറുമ്പോൾ നമുക്ക് ചെറിയൊരു പേടിയൊക്കെ വരും. പക്ഷേ പേടിക്കാനൊന്നുമില്ല, അടിപൊളിയാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളങ്ങനത്തെ ആ ഹാങ്ങിങ് ബ്രിഡ്ജ് എല്ലാം കടന്ന് ഈ തേയിലത്തോട്ടത്തിനിടയിലൂടെ മേളിലോട്ട് കയറി ഇങ്ങ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ സ്വിമ്മിംഗ് പൂൾ കാണാം. ഇവിടെയാണ് സ്വിമ്മിംഗ് പൂൾ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ കിഡ്സ് ഏരിയയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ആ മലനിരകളൊക്കെ സ്വിമ്മിംഗ് പൂളിൽ കിടന്നുകൊണ്ട് തന്നെ നമുക്ക് അവിടുത്തെ ആ ബ്യൂട്ടിഫുൾ വ്യൂ ഒക്കെ കാണാം. ഇപ്പോഴാണ് കോടയൊക്കെ കയറി വരുന്നുണ്ട്, ചെറിയൊരു മഴയുടെ ലക്ഷണമൊക്കെ കാണുന്നുമുണ്ട്. അടിപൊളിയാണ് മൊത്തത്തിലെ. അങ്ങോട്ടേക്കാണ് ബാക്കിയുള്ള കോട്ടേജുകളും റൂമുകളൊക്കെ കൊടുത്തിട്ടുള്ളത്. രസമുണ്ട് അല്ലേ? പറഞ്ഞു തീർന്നില്ല, അതേ മഴ അടിച്ച് കയറി വന്നു. നമ്മളെന്താണെങ്കിലും കുറച്ച് നേരത്തേക്ക് ഇവിടെ പെട്ടു. റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചാണ്, അന്നേരത്തേക്കും മഴ തുടങ്ങിക്കഴിഞ്ഞു. ഡ്രീം ക്യാച്ചറിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന റൂമുകൾ നമുക്ക് കാണിച്ചു തരാവേ. നമ്മളെടുത്തിരിക്കുന്ന സുപ്പീരിയർ കാറ്റഗറി എന്നുള്ള റൂമാണ്. ഇതേ ഇവിടെ ഒരു കിങ് സൈസ് ബെഡാണ്. അപ്പോൾ അതിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ടേബിൾ സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു ബാൽക്കണി പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. നമുക്കത് ഇങ്ങോട്ടേക്ക് സ്ലൈഡിങ് ഡോറാണ്, നമുക്ക് തുറന്ന് കാണാതെ ബാൽക്കണിയിൽ ഇറങ്ങി ഇരിക്കാം, കാറ്റ് കൊള്ളാം, ആ മലനിരകളുടെ കാഴ്ചകളൊക്കെ കാണാം. അടിപൊളിയാണ്. ബാത്റൂം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അപ്പോൾ ഗ്ലാസ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഷവറിൻ്റെ ഏരിയയിൽ. പിന്നെ ടോയ്ലറ്റ് അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ ഓണസദ്യ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഓണത്തിന് വേണ്ടി മാത്രമാണ് ഈ ഒരു ഉച്ച സമയത്ത് ഇത്രയും വിഭവസമൃദ്ധമായിട്ടുള്ള ഒരു ലഞ്ച്. ഇത്ര ഐറ്റംസ് എന്നേക്ക്, ഇത്ര ഐറ്റംസ്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ ഇവിടുത്തെ നമ്മുടെ ഡ്രീം ക്യാച്ചറിലെ ഷെഫായിട്ടുള്ള ബിനീഷേട്ടനും വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളി തന്നെ പറയും ഇത് ഏതൊക്കെ ഐറ്റംസ് എന്നുള്ളത്. ബിനീഷേട്ടാ ഒന്ന് പറയാമോ ഇതൊക്കെ എത്ര ഐറ്റംസ്? ഓണത്തിന് നമ്മൾ സർവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഉപ്പ് സർവ് ചെയ്യും, സാൾട്ട് ഇടും ഇലയിട്ട ശേഷം. അത് കഴിഞ്ഞ് ഇഞ്ചിപ്പുളി, മാങ്ങ, നാരങ്ങ, ബനാന ചിപ്സ്, അതുപോലെ തന്നെ ശർക്കര വരട്ടി. അതിനുശേഷം നമ്മൾ അവിയൽ, തോരൻ, കാളൻ, ഈ രീതിയിലാണ് നമ്മൾ സർവ് ചെയ്ത് പോകുന്നത്. ലാസ്റ്റ് ചോറ്, പപ്പടം, അതിന് വേണ്ടി നമ്മൾ പരിപ്പൊഴിക്കും, നെയ്യൊഴിക്കും. അതിനുശേഷം സാമ്പാർ, അതിനുശേഷം രസം. അങ്ങനെയാണ് വരിക. ഓക്കെ. ലാസ്റ്റ് നമുക്ക് 2 ഐറ്റം പായസം അവിടെ ചേർത്തിട്ട് വരും. ഓ അടിപൊളി. ഇതെല്ലാം കൂടെ കഴിക്കാൻ വയറ് വേണം അല്ലേ? ആ അതെ അതെ. നമുക്ക് ഈ റിസോർട്ടിലെ നമ്മളെടുത്ത സ്റ്റേ കൂടാതെ വേറെ കാറ്റഗറി റൂംസ് ഏതാണെന്നും കൂടെ പരിചയപ്പെടാം. ഇത് നോക്കിയേ, അടിപൊളി ആ തേയിലത്തോട്ടം ഫ്രണ്ടേജ് ഒക്കെ ആയിട്ടുള്ള ട്രീ ഹൗസാണിത്. ഫുള്ള് വുഡിൽ തന്നെ ഡിസൈൻ ചെയ്തേക്കുന്ന ട്രീ ഹൗസ്. നമുക്ക് എന്താണല്ലോ അതൊന്ന് തുറന്ന് കയറി കണ്ടു നോക്കാം. ഇത് പ്യുവർലി ഇവർ ഡിസൈൻ ചെയ്തേക്കുന്ന ഹണിമൂൺ കപ്പിൾസിനൊക്കെ വേണ്ടിയിട്ടാണ്. ഇത് ഫുള്ളൊരു വുഡ് ഡിസൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് തന്നെ. കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ നമുക്ക് അത്യാവശ്യം ഒരു ക്വീൻ സൈസിലുള്ള ബെഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് കട്ടൻസൊക്കെ ബ്ലൈൻഡ് നമുക്ക് എങ്ങോട്ടേക്ക് വേണമെങ്കിലും തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം. അപ്പോൾ ഇതെങ്ങനെ ബ്ലൈൻഡ് പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടേക്കുള്ള വ്യൂ കാണാം. ഫ്രണ്ടിലേക്കാണെങ്കിൽ ഇതാ ആ ടീ പ്ലാന്റേഷനൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഭാഗത്തിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിന് തന്നെ അറ്റാച്ച്ഡ് ആയിട്ടൊരു ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെൽ മെയിൻറ്റെയിൻഡ് ആണ്. ഒരു ട്രിയോസി കിട്ടാവുന്നതിൻ്റെ ബെസ്റ്റ് സെറ്റപ്പാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ റൂമുകൾ ആഗ്രഹിക്കുന്നവർക്ക്
ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ട്രീ ഹൗസ് തന്നെ സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ ഈ ട്രീ ഹൗസിലെ നമുക്ക് ഈ പുറത്ത് ചെറിയൊരു ഏരിയയൊക്കെ ഉണ്ട്. നമുക്കിവിടെ ഒരു ചെറിയ ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഇരുന്ന് ചായ കുടിച്ച് ഇതാ നമ്മുടെ ടീ പ്ലാന്റേഷനൊക്കെ കാണാം, കാഴ്ചകൾ കാണാം. നിപ്പിൽ നോക്കിയേ, ഫുള്ള് കോടയിൽ വന്ന് ഇവിടെ ഫുള്ള് മറിഞ്ഞിട്ടാണുള്ളത്. ആ മഴ കഴിഞ്ഞപ്പോഴത്തേക്ക് കോടയും അടിച്ച് കയറി വന്നേക്കുവാണ്. അതാണ് കോട കയറിയപ്പോഴത്തേക്കും ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കേണ്ടവർക്ക് എന്താ പറയുക ഒരു ആംബിയൻസായി ബാക്ക്ഗ്രൗണ്ടിൽ. വേറെ എങ്ങും പോകണ്ട മൂന്നാർ വന്നു കഴിഞ്ഞാൽ. ഇതേ നമ്മൾ ആ മുന്നിൽ കാണുന്നതാണ് ട്രീ ഹൗസ്. ഇപ്പം നമ്മൾ കയറിയത് ട്രീ ഹൗസ് കഴിഞ്ഞത് തൊട്ട് താഴെ നമുക്ക് കോട്ടേജ് കാണാൻ പറ്റും. കോട്ടേജ് നല്ല അടിപൊളിയാണ് കേട്ടോ, നന്നായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കും കോട്ടേജിലേക്ക് കയറുന്നതിനും ഇവിടെ ചെറിയൊരു ബ്രിഡ്ജ് പോലെയൊക്കെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഈ കോട്ടേജ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നല്ല സ്പേഷ്യസ് ആയിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് പ്രത്യേകത. ഇതുണ്ടോ, അതിൻ്റെ ആ കിങ് സൈസ് ബെഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നല്ല സ്പേസ് നമുക്ക് ഇവിടെ ഏരിയയിലില്ല, ഇഷ്ടം പോലെ നമുക്ക് എന്താ പറയുക ഓടിക്കളിക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ കട്ടൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കട്ടൻസൊക്കെ പൊക്കിയിട്ട് നമ്മൾ ബ്ലൈൻഡൊക്കെ പൊക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ടീ പ്ലാന്റേഷൻ നമുക്ക് ഇവിടുന്ന് വൃത്തിയായിട്ട് കാണാൻ പറ്റും. പിന്നെ 4 ചുറ്റിനും നമുക്ക് ഗ്ലാസ്സാണ്, ഫുള്ള് ഗ്ലാസ് ഏരിയയാണ്. പിന്നെ നമുക്ക് വാഷ്റൂം നല്ല ക്ലീനായിട്ട് കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട്. ഇതുണ്ടോ, ക്ലീനാണ്. അതിനും ചെറിയ ഗ്ലാസ് ഏരിയ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് താഴേക്കുള്ള വ്യൂ കാണാൻ പറ്റും. ഇവിടെ തേയിലത്തോട്ടം മാത്രമല്ല ഉള്ളൂ കേട്ടോ. ഇത് കണ്ടില്ല, ഇഷ്ടം പോലെ നിൽക്കുന്ന ഏലം. അതിൻ്റെ ഇടയ്ക്കൂടെ ആ മരങ്ങളിലെല്ലാം കോട കയറി നിൽക്കുന്ന നോക്കി. ഇതിപ്പം മഴ കഴിഞ്ഞപ്പോഴത്തേക്കും കോട അടിച്ചും കയറി വന്നിട്ടുണ്ട്. നമ്മൾ ആ ട്രീ ഹൗസ് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു ഇത്രയുടെ വലിയ ട്രീ ഹൗസ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ ആ ട്രീ ഹൗസിൻ്റെ കൂട്ടത്തിൽ ലിവിങ് സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞത് തെറ്റാണ്. ലിവിങ് സ്പേസ് അല്ല, ഇതിനകത്ത് 2 ബെഡിൻ്റെ ഒരു റൂമും കൂടാതെ നമ്മളിപ്പോൾ 3 പേരൊക്കെയാണ് വരുന്നതെങ്കിൽ 2 പേര് ഒന്നിച്ച് കിടക്കുന്നു, വേറൊരാൾ സെപ്പറേറ്റ് ആയിട്ട് കിടക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ട്രീ ഹൗസ് നിങ്ങൾക്ക് വർത്താണ് കേട്ടോ. നിങ്ങൾക്കത് കറക്റ്റായിട്ടൊരു ഓപ്ഷനാണത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ക്യൂൻ സൈസിലുള്ളൊരു ബെഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേസ് ഉണ്ട് ഇവിടെ. നമുക്ക് കയറി കഴിഞ്ഞാൽ ഫുള്ള് ഗ്ലാസ് ഏരിയ ആണ്. നമുക്ക് ഇവിടുന്ന് കാണാൻ കിട്ടുകയെന്ന് പറഞ്ഞാൽ ആ ഏലത്തിൻ്റെ തോട്ടമാണ്. അപ്പോൾ ആ ഏലത്തിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ആണെങ്കിൽ കോട കയറി കിടക്കുന്നുണ്ട്, നല്ലൊരു വൈബാണ്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കാണാം. പിന്നെ പുറത്താണെങ്കിലും ബാൽക്കണി സ്പേസ് അത്യാവശ്യം മുന്നേ നമ്മൾ കണ്ട കോട്ടേജ് പോലെ തന്നെ കോട്ടേജല്ല, ട്രീ ഹൗസ് പോലെ തന്നെ അത്യാവശ്യം ബാൽക്കണി സ്പേസ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ വാഷ്റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ സ്ലൈഡിങ് ഡോറാണ്. അപ്പോൾ ക്ലീൻ ആൻഡ് നീറ്റ് ബാത്റൂം ഉണ്ട് ഇവിടെ. ഇത് കൂടാതെ ഇപ്പോൾ നമ്മുടെ 3ാമതൊരാൾ നമ്മുടെ കൂടെ വരുവാണ്. അതിനുവേണ്ടി നമുക്കൊരു സെപ്പറേറ്റ് റൂം എടുക്കണ്ട എന്നാണെങ്കിൽ നമുക്ക് ഈ ട്രീ ഹൗസ് എടുത്തു കഴിഞ്ഞാൽ ഗുണം എന്നാന്ന് വെച്ചാൽ 2 അഡൽസിന് അവിടെ കിടക്കാം. ഒരാൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇതെടുത്തു കഴിഞ്ഞാൽ സിംഗിൾ ബെഡുണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. പിന്നെ ഇതിൻ്റെ വ്യൂ ഞാൻ പറഞ്ഞല്ലോ, ഏലത്തോട്ടമാണ് ഇതിൻ്റെ വ്യൂ കിട്ടുന്നത്. തേയിലത്തോട്ടത്തേക്കാൾ കൂടുതലായിട്ട് ഏലത്തോട്ടത്തിൻ്റെയും പിന്നെ ഈ ഒരു കോടയൊക്കെ നിറഞ്ഞൊരു വ്യൂ ആയിരിക്കും മിക്കവാറും നിങ്ങൾക്ക് കിട്ടുക. അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ട്രീ ഹൗസ് എന്ന് വെറുതെ പറയുന്നതല്ല കേട്ടോ, അത് മരത്തെ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇത് ഏലം കായ്ച്ച് കിടക്കുന്ന കാണാത്തവർക്കായിട്ട് മാത്രം ഇതേ കണ്ടു. അതിൻ്റെ ചുവട്ടിൽ നിന്നാണ് ഏലം കായ ഉണ്ടാവുക. അതിൻ്റെ പൂവും കാണാൻ കിട്ടും നമുക്കിവിടെ. നമ്മൾ ആ ടീ പ്ലാന്റേഷന് കൂടെ കുറച്ച് ഇതേ മുന്നോട്ടേക്ക് ആ പാത്ത് വേ കൂടെ വന്നു കഴിയുമ്പോൾ നമുക്കിവിടെ ഹോഴ്സ് റൈഡിങ്ങിൻ്റെയും കിഡ്സിൻ്റെ പ്ലേ ഏരിയയൊക്കെ കിട്ടുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിഡ്സിൻ്റെ പ്ലേ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു പാർക്കാണ്, വലിയ പാർക്ക് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കുതിര ഇതാണ് കുതിരപ്പുറത്തിരിക്കായോ? നമ്മൾ ഊട്ടി പോയപ്പോ എടുത്ത് ഓർക്കണം. ഒറ്റ ഓട്ടോ ഓടും, നിന്നെ കൊണ്ട് പോവും. ഇവിടെ ഒരു വാച്ച് ടവറൊക്കെ ഉണ്ട്. അപ്പോൾ ആണെങ്കിൽ ഫുൾ കോട കയറി, അല്ലെങ്കിൽ അവിടെ നിന്നുള്ള വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ.
അങ്ങനെ ഹോഴ്സ് റൈഡിങ്ങും കിഡ്സിൻ്റെ കുറച്ച് ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവാണേ. ഫുള്ള് കോട കയറിയിട്ടേ, കോട്ടൈകളൊക്കെ നോക്കിയേ, കോട്ടയും ട്രീ ഹൗസും. നമ്മളിപ്പോൾ വന്നേക്കുന്ന പോലെ ഫാമിലി വിത്ത് കിഡ്സ് ഒക്കെ ആയിട്ട് വരുന്നവർക്ക്, പിന്നെ ഹണിമൂൺ കപ്പിള് ഒക്കെ ആയിട്ട് വരുന്നവർക്കൊക്കെ ഭയങ്കര സ്യൂട്ടബിൾ ആയിട്ടൊരു ഓപ്ഷനാണിത്. വളരെ പീസ്ഫുള്ളായിട്ട് സൈലൻറ്റ് ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. മൂന്നാറിൽ വന്നിട്ട് നമുക്ക് വേറെ എങ്ങും പോകണ്ട. ഇവിടുത്തെ ഈ ഒരു ക്ലൈമറ്റും കാഴ്ചകളും ഫുഡും ഒക്കെ ആസ്വദിച്ച് നമുക്ക് 1-2 ദിവസമൊക്കെ സുഖമായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ളതുണ്ട് ഇവിടെ. ഡ്രീം ക്യാച്ചറിലെ താരിഫ് റേറ്റുകളെന്ന് പറഞ്ഞാൽ സീസണലാണ്. അപ്പോൾ ഫിക്സ്ഡ് ആയിട്ട് റേറ്റ് നമുക്ക് പറയാനാവില്ല. ബട്ട് 6000 മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ സീസണൊക്കെ ആകുമ്പോഴത്തേക്കും താരിഫ് കുറച്ച് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓൺലൈനായിട്ട് നോക്കിയിട്ട് പല ട്രാവൽ പോർട്ടുകളിൽ നോക്കിയിട്ട് റേറ്റ് എവിടെയാണോ അഫോർഡബിൾ അത് നോക്കി ബുക്ക് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമ്മുടെ റിസോർട്ടിൻ്റെ രാത്രിയിലത്തെ ആംബിയൻസ് നോക്കിയേ. ആ മേളിൽ കാണുന്ന റെസ്റ്റോറൻ്റ് ആണേ. റെസ്റ്റോറൻറ്റ് ഓൾറെഡി ഓപ്പൺ ആയിട്ടുണ്ട്, 8 മണിയായി. അപ്പോൾ ഇവിടെ നമുക്ക് നൈറ്റിൽ ക്യാമ്പ് ഫയർ ഇട്ടിട്ടുണ്ട്, മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്, സ്വിമ്മിംഗ് പൂളിനടുത്തായിട്ട്. ഡ്രീം ക്യാച്ചറിലെ റെസ്റ്റോറൻറ്റ് എന്താണെങ്കിലും മനോഹരമാണ് കേട്ടോ. ഇഷ്ടംപോലെ സൗകര്യമുണ്ട്. അതും നമുക്ക് ടീ പ്ലാന്റേഷൻ്റെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് വിഷ്വൽസൊക്കെ ആയിട്ടാണ് നമുക്ക് ഇവിടുത്തെ ക്ലാസ് ഏരിയ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഡിന്നർ ഇതാ നമ്മളിവിടെ റെസ്റ്റോറൻറ്റ് വന്നിരുന്നാണ് കഴിക്കുന്നത്. നമ്മൾ പറഞ്ഞിരിക്കുന്നത് കുറച്ച് ഐറ്റംസ്, ആലു പൊറോട്ടയും ചപ്പാത്തി, ചിക്കൻ്റെ കാന്താരി ഇട്ട ചിക്കൻ, പിന്നെ 65 അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. രാവിലെ ഇവിടെ ഫുള്ള് കോട കയറിയിട്ടുള്ള നല്ല ആംബിയൻസ് ആണ്. അപ്പോൾ എന്താണല്ലോ നമുക്ക് കുറച്ചങ്ങോട്ട് നടന്ന് നോക്കിയിട്ട് വരാം. രാവിലത്തെ വൈബൊന്ന് ഫുള്ളൊന്ന് ഫീൽ ചെയ്യാം. ഈ കാണുന്നതൊക്കെ ഓറഞ്ച് ചെടികളാണ്. തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്ക് കുറേ ഓറഞ്ച് തൈകൾ വെച്ചിട്ടുണ്ട്. നമ്മുടെ റൂമിൻ്റെ മുന്നിലുള്ള ഒരെണ്ണം കായ്ച്ചു കിടക്കുന്നുണ്ട്. ഇത് കുറ്റിച്ചേക്കേ ഉള്ളൂ, കുറച്ചുകൂടെ വലുതാവും. എവിടെ നോക്കിയാലും കോടയാണ്. ഓക്കെ, ഫുള്ള് നമ്മൾ വന്നപ്പോൾ തൊട്ട് ഇതേ വൈബ് തന്നെയാണ്. ഫുൾ കോട കയറിയിട്ട് ഒന്നും പറയണ്ട, അടിപൊളിയാണ്. ഇപ്പോൾ രാവിലെ 8 മണി ആയപ്പോഴത്തേക്കും എന്താ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൽ നമുക്ക് ബൊഫേ സിസ്റ്റമാണേ. അപ്പോൾ ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട്, നമുക്ക് ഏത് ചോയ്സ് വേണമെങ്കിലും ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതാ റെസ്റ്റോറൻറ്റ് മാനേജർ നമ്മളിവിടെ ജിഷ്ണു ഉണ്ട്. ജിഷ്ണുവിനെ കാണിച്ചതാ ഏതൊക്കെയാണ് ഐറ്റംസ് എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാമോ? നമുക്ക് ഫ്രഷ് ജ്യൂസ് ഉണ്ട്, അത് പിന്നെ സീരിയൽസ് വിത്ത് ഹോട്ട് മിൽക്ക് ഉണ്ട്, പിന്നെ കട്ട് ഫ്രൂട്ട്സ് 2 കട്ട് ഫ്രൂട്ട്സ് വരും, പിന്നെ ഒരു സലാഡ് ഉണ്ട്, പിന്നെ മെയിനായിട്ട് വരുന്നത് പൂരി ഭാജി ഉണ്ടാകും, പിന്നെ ഇഡ്ഡലി സാമ്പാർ കോക്കനട്ട് ചട്നി ഉണ്ട്. നമുക്ക് ഓരോ ദിവസങ്ങളിലും ഓരോരോ ഐറ്റംസ് ആയിരിക്കും. പിന്നെ നമ്മുടെ കേരള സ്റ്റൈലിൽ പുട്ട് വിത്ത് കടലക്കറി ഉണ്ട്, പിന്നെ ചിക്കൻ സോസേജ്, സ്റ്റീംഡ് ബനാന, മറ്റേ ഹണി ഗ്ലേസ്ഡ് ബനാനയുണ്ട്, പിന്നെ ടീ കോഫി. അപ്പോൾ ഏത് നാട്ടിൽ നിന്നുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ ചോയ്സിനനുസരിച്ചുള്ള ഫുഡ് ഉണ്ടെന്നുള്ളതാണ്. പിന്നെ നമുക്കുള്ളത് ലൈവാണ്. ലൈവിൽ നമ്മൾ ഓംലേറ്റ് ഉണ്ട്, അതായത് മസാല ഓംലേറ്റ്, പ്ലെയിൻ ഓംലേറ്റ് അങ്ങനെയുള്ളതെല്ലാം ഉണ്ടാവും. അതും ഇതുപോലെ തന്നെ ഓരോ ദിവസം ഓരോരോ ഐറ്റംസ് ആയിരിക്കും. പിന്നെ ഓംലേറ്റ് ആണെങ്കിൽ നാളെ അപ്പം ലൈവായിരിക്കും. സ്പൈസസ് വേണ്ടിയവർക്ക് നല്ല അടിപൊളിയായിട്ടുള്ള സ്പൈസസ് ഉണ്ട്. ഫാം ഫ്രഷ് ആയിട്ട് നമുക്ക് ഓർഗാനിക് സാധനങ്ങൾ ഇവിടെ നമുക്ക് മരുന്നൊന്നും അടിക്കാണ്ട് ഇവർ ഉണ്ടാക്കുന്നതാണ്. ഇതുണ്ടല്ലേ, ബ്ലാക്ക് പെപ്പർ ഉണ്ട്, നല്ല 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 ക്വാളിറ്റിയുള്ള സാധനമാണ്. നമ്മൾ ഓൾറെഡി മേടിച്ചു, അതുകൊണ്ടാണ് ഇവിടെ എംറ്റി ആയത്. ഞങ്ങൾ 2 സെറ്റ് വീതം കറുവാപ്പട്ട മേടിച്ചു, ഗ്രാമ്പു മേടിച്ചു, പിന്നെ ഏലക്ക ഓൺലൈനിൽ പറഞ്ഞിട്ടുണ്ടോ, ഏലക്കയുടെ സ്റ്റോക്ക് എടുത്ത് തീർന്നിട്ടുള്ളത്. അപ്പോഴേ നമ്മൾ ഇത് പൊളാറിസിൻ്റെ റൈഡ് പോവാണ്. ഇവിടെ ഒരു ചെറിയ ഓഫ് റോഡ് സെറ്റപ്പൊക്കെയാണിത്. അതിൻ്റെ ടയറൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഇത് പിള്ളേരടക്കം എല്ലാവരും കയറിയിരിക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഇവരിങ്ങനെ ഒരു ഓഫ് റോഡ് ഡ്രൈവായിട്ട് തന്നെ പോകുന്നത്.
ഇതുപോലത്തെ റോഡിലാണ് കേട്ടോ നമ്മൾ കയറാൻ പോകുന്നത്. തൊട്ട് കയറ്റമാണ്. നമ്മുടെ ഈ ഡ്രീം ക്യാച്ചറിൻ്റെ ട്രിപ്പിൽ നമ്മൾ ഫുൾ ഫാമിലി എന്ന് പറഞ്ഞല്ലോ. മൂന്നാർ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ. ഇപ്പോൾ ചാച്ചനുണ്ട്, അമ്മയുണ്ട്, ഇതാ വൈഫ് റിൻറ്റു ഉണ്ട്, പിള്ളേർ സെറ, കാതറിൻ, ജൂഡ്, പിന്നെ ഞാൻ. അപ്പോൾ നമ്മൾ എല്ലാവരും ഡ്രീം ക്യാച്ചർ സ്റ്റേ എന്താ പറയുക, നമ്മളൊരു ഫുൾ ഡേ നമുക്ക് ഇവിടെ തന്നെ ആക്ടിവിറ്റി ഉണ്ട്. നമുക്ക് വേറെ എങ്ങും പോകേണ്ട ആവശ്യമില്ല. മൂന്നാർ വന്നിട്ട് ഇവിടെ ഈ വെതറും ഇവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അടിപൊളിയായിരുന്നു കേട്ടോ. ഡ്രീം ക്യാച്ചറിലെ ആ സ്റ്റേയും ആക്ടിവിറ്റീസും എല്ലാം ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഫുഡാണേലും ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. കാരണം നമ്മൾ പിള്ളേരടക്കം എല്ലാവരും വന്നത്. പിള്ളേർക്കാണേലും ആപ്റ്റായിട്ടുള്ള അവർക്ക് മാച്ചാവുന്ന ഫുഡ് അവർ ഉണ്ടാക്കി തന്നു. ഇപ്പോൾ ചെറിയ കുട്ടിക്കാണെങ്കിൽ നമുക്ക് വൈറ്റ് റൈസും എഗ്ഗും അങ്ങനെയൊക്കെയുള്ള അധികം മസാലയൊന്നുമില്ലാത്ത സാധനങ്ങൾ വേണമെന്ന് റിക്വസ്റ്റ് ചെയ്തു. അവരത് കൊണ്ടുവന്ന് റൂമിൽ കൊണ്ടു തന്നു. മൊത്തത്തിൽ നമ്മളെല്ലാവരും സാറ്റിസ്ഫൈഡാണ്. അടിപൊളി ട്രിപ്പായിരുന്നു. അപ്പോൾ ഈ ഒരു വൈബ്, ഈ ഒരു കോടയും വൈബൊക്കെ നമുക്ക് ഈ ഒരു സീസണിലാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഏത് സീസണിൽ വന്നാലും മൂന്നാറിൽ കിട്ടുമെന്ന് എനിക്കറിയാം. എങ്കിലും ഈ ഒരു ടൈമിൽ ഒരു സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ വരെയൊക്കെ അടിപൊളി വൈബായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും ഞങ്ങൾ ഈ ട്രിപ്പ് മാക്സിമം എൻജോയ് ചെയ്തു. ഞങ്ങളുടെ ഈ വീഡിയോയിലൂടെ ഞങ്ങളുടെ ഈ ട്രിപ്പിൻ്റെ ഞങ്ങൾ ആസ്വദിച്ച കുറേ ഒരു സന്തോഷവും ഫീലിംഗൊക്കെ കുറേയൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളും സമയം കിട്ടുമ്പോൾ ഇടയ്ക്ക് ഒന്ന് ഡ്രീം ക്യാച്ചറിലൊക്കെ ഒന്ന് സ്റ്റേ എടുക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.